ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ലെഗാണ് എടുത്തിരിക്കുന്നത്. 5 പീസ് ചിക്കൻ്റെ ലെഗ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ? ഇതേ രീതിയിലൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ എടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഉപ്പ് വേണം, അത് ആവശ്യത്തിന്. പിന്നെ അതുപോലെ 2 സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ്. റെഡ് ചില്ലി പേസ്റ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിത് ഇതിൻ്റെ അകത്ത് നാരങ്ങാനീര് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ അര നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് 3/4 ടീസ്പൂൺ ചേർക്കാം. ടീസ്പൂണാണ്, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കോൺഫ്ലവർ, അത് നമുക്ക് 2 സ്പൂൺ ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, അതേപോലെ തന്നെ സോയാ സോസ്. അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മുളക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ മുകളിലത്തെ തട്ടിൽ നമുക്കിത് നന്നായിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ ലെഗ്സ് ആണ്. അപ്പോൾ നമുക്കിത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2 സൈഡും മറിച്ചും തിരിച്ചു വിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചിക്കൻ ഫ്രൈ നമുക്ക് അല്പം കൂടി സ്പൈസി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി കൂടി ഞാൻ കാണിക്കാം. അതിനായി നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിക്കുക. 1 സ്പൂൺ എണ്ണ മതി. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരല്പം സോയാ സോസും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് മുളക് പേസ്റ്റ് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. അതിനുശേഷം ആ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. മുളക് പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് അറിയാൻ പാടുണ്ടാവില്ല. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഉണക്കമുളക്, അതേപോലെ തന്നെ കാശ്മീരി മുളക്, ഇത് രണ്ടും ഒരേ അളവിലെടുക്കുക. ഇപ്പോൾ ഒരു 5 ഉണക്കമുളക് സാധാരണ മുളക് എടുത്തെങ്കിൽ 5 കാശ്മീരി മുളക് എടുക്കുക. അത് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അത് നമ്മൾ ഒരു 10 മിനിറ്റിന് ശേഷം തിളപ്പിച്ചെടുക്കുക. തണുത്തിട്ട് നമ്മളത് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് നാരങ്ങ നീര് ചേർത്താൽ നമ്മുടെ നല്ല മുളക് പേസ്റ്റ് റെഡിയാക്കി കിട്ടും. ഇപ്പോൾ ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി, അതുപോലെ കാശ്മീരി മുളകും കൂടി ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്. മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീര് കൂടി എടുത്താലും മതിയാവും. അപ്പം നമ്മുടെ ചിക്കൻ ലെഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് ടൊമാറ്റോയും അതുപോലെ തന്നെ സവാള അരിഞ്ഞതും ലൈമും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. അപ്പോൾ ആ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ
ജസ്റ്റ് ഈ ചിക്കൻ ഒന്ന് എടുത്തൊരു ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച ശേഷം എടുക്കുകയാണെങ്കിൽ ഓയിൽ കുറഞ്ഞു കിട്ടും. വല്ലപ്പോഴും അങ്ങനെയുള്ളവർക്ക് കഴിക്കാം. പിന്നെ പലരും എന്നോട് ഡയറ്റ് ചാർട്ട് ചോദിക്കാറുണ്ട്. അത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ട് ആ പേജിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.